ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് നമ്മൾ ആ പറഞ്ഞ ഡെലിവറി എടുക്കുന്ന വീഡിയോ കേട്ടോ. ഹോണ്ടയിൽ നിന്ന് നമ്മളൊരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതെടുക്കാൻ പോവുകയാണ്. ഇതൊരു കാര്യം ഇങ്ങനെ ഗസ് ചെയ്ത് കണ്ടൊന്നുമില്ലേ, നിങ്ങൾക്ക് ഇപ്പോഴതിന് വേണമെങ്കിൽ ഗസ് ചെയ്യാട്ടോ ഹോണ്ടയിൽ ഏത് വണ്ടി എടുക്കാൻ പോകണമെന്ന്. എന്തായാലും ഇനി ഹോണ്ടയുടെ മറ്റേ ബിഗ് വിങ് ഷോറൂമിലേക്ക് എത്തിയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അവിടെ എത്തരാട്ടാ. ഹലോ ഗൈസ്, നമ്മൾ നൈസായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ ചെറിയൊരു മീറ്റിംഗ് നടക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറാമെന്നാണ് ആൾ പറഞ്ഞത്. നോക്കണേട്ടാ എന്താ കാര്യങ്ങളെന്നുള്ളത്. അവർ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറകിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ചേട്ടൻ പോയി ഓക്കെ. നിങ്ങളിപ്പോൾ തന്നെ ഒരാളെ കണ്ടില്ലേ, ആ ചേട്ടനാണ് നമ്മുടെ ക്യാഷ് ഡീലിങ്സും അങ്ങനെയുള്ള കുറച്ച് ഇതുണ്ടായിരുന്നത്. എന്നാലും നമുക്ക് വേറൊരു ചേട്ടനും കൂടി ഉണ്ട്. അതെന്തായാലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എന്തായാലും ആളെന്തായാലും വരുമല്ലോ, അപ്പോൾ കാണാം. കിലോമീറ്റർ വേണ്ട 350 കിലോമീറ്റർ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അവിടെ നിന്ന് 350 കിലോമീറ്റർ ചുറ്റളവിൽ ബിഗ് ബിഗിൽ ഏത് ഷോറൂമിലാണ് അടുത്തുള്ള ഷോറൂമിക്കാണ് അവർ മെയിനായിട്ട് എത്തിച്ചേരാം. നമ്മൾ പറയുന്ന ഷോറൂം ആണെങ്കിൽ അഡീഷണൽ എമൗണ്ട് ആണ് അവർ എത്തിച്ചേരാം. ഏതാണ് ആദ്യം ആക്സസ് ചെയ്യാൻ എളുപ്പം അവിടേക്കാണ് എത്തിച്ചേരാം. പിന്നെ വരുന്നത് വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടി പേപ്പറാണ്. ഇപ്പോൾ 3 വർഷം കമ്പനി വാറണ്ടി ഉണ്ടാവും, 3 വർഷം എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. ഒരു കമ്പനി വാറണ്ടി എക്സ്റ്റൻഡ് ടോട്ടൽ 6 വർഷത്തേക്ക് വരും. നമ്മൾ എഞ്ചിന് സെൻസർ വയറിംഗ് ഗിയർ ബോക്സ് ഇതിനാണ് 6 വർഷത്തെ വാറണ്ടി. എഞ്ചിന് 84,000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 വർഷം. സെൻസർ വയറിംഗ് ഗിയർ ബോക്സ് സെൻസർക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. സെൻസർ ടോട്ടൽ വാറണ്ടിയാണ് വരാം. 3 വർഷം കമ്പനി ആയിരിക്കും. ഇത് അഡീഷണൽ എടുത്തതിന്റെ മാത്രമാണ് നമ്മുടെ പിന്നെ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആണ് വരുന്നത്. 95% ആണ് IDV വാല്യൂ വരുന്നത്. നമുക്ക് ഈ ഡേറ്റ് വരുന്നത് എൻ്റെ മോനെ കിഡ് ലുക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തിട്ടൊരു ബുള്ളറ്റിന് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച പോലെ. ജീവിതം പരീക്ഷയെന്ന നേരറിഞ്ഞു പുഞ്ചിരിച്ചു ഉള്ളിൽ ആശിച്ചുരുന്നമെത്തണം കണ്ണീരില്ലാത്ത നാട്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വണ്ടി CB 350 RS റെഡ് കളർ. ഇതിന്റെ ചെറുതായിട്ട് സ്പെക്കും കാര്യങ്ങളും അതിന്റെ ഇടയിൽ കൂടെ ഒരു താക്കോൽദാനം കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടിയും കാണാൻ എന്തായാലും. അപ്പോ ഈ നിക്കണ ചേട്ടനാണ് കേട്ടോ വണ്ടി എടുത്തിട്ടുള്ളത്, അജീഷ് ചേട്ടാ. അപ്പൊ നമ്മളെ സജസ്റ്റ് ചെയ്തിട്ടാണ്. ചേട്ടന്റെ പേര് ഷാഹുൽ. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ വരുന്നത്? പെരിങ്ങാവൂർ. അപ്പോ ഇതിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ എന്റെ പ്രൈസ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ പറയാം. നമുക്കിത് RS സാബ് എന്നുള്ള വേരിയന്റ് വരുന്നത് ടോപ്പ് മോഡലാണ്. നമുക്ക് പ്രൈസ് വരുമ്പോൾ 288 ആണ്. എക്സ്റ്റൻഡ് വാറണ്ടി, RS ഫിറ്റിംഗ്സ് എല്ലാം കൂടി വരുന്നത്. ഇതിന്റെ വാറണ്ടി നമുക്ക് എങ്ങനെയാ? വാറണ്ടി നമുക്ക് 6 years വാറണ്ടി വരുന്നത് വണ്ടിക്ക്. ഇനി ഇത് 3 years പ്ലസ് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ 3 ഉണ്ട് 7 ഉണ്ട് ഓപ്ഷൻ ഉള്ളത്. ഓക്കെ. ഇത് നമുക്ക് എത്ര കളറിൽ ഇപ്പൊ നമുക്ക് നിലവിൽ കിട്ടും? നമുക്ക് കറന്റ് 4 കളേഴ്സ് വരാം. ഇതിന്റെ മോണോട്ടോൺ എന്ന് പറയുന്ന ബേസ് മോഡൽ വരുന്നുണ്ട്. അതിൽ 2 കളേഴ്സ് ഗ്രേയും ബ്ലൂവും വരുന്നുണ്ട്. പിന്നെ സാബ് എന്ന് പറയുന്നത് ടോപ്പ് മോഡലാണ്, റെഡ്. പിന്നെ ഡുവൽ ടോൺ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് യെല്ലോ വരുന്നുണ്ട്. ടോട്ടൽ 4 കളേഴ്സ് വരാം. അപ്പോ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് കറന്റ് വണ്ടി ഇപ്പൊ ഒരു ബുക്കിംഗ് ആണ്. 10 ദിവസമാണ് മാക്സിമം ബുക്കിംഗ് ഉള്ളൂ. 10 ദിവസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് വണ്ടി ഇറക്കാം. ഓക്കെ, നമുക്ക് അധികം പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ചെറുതായിട്ടൊരു സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓൾറെഡി വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ എന്തായാലും യൂട്യൂബിലുണ്ടോ. പവറിന്റെ കേസ് കൂടി ഒന്ന് നോട്ട് ചെയ്താൽ പവർ ഡെലിവറി 21 bhp പവറും 30 Nm വണ്ടി വരുന്നത്. ആ 30 Nm 3000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടി. ഇപ്പൊ നമ്മൾ നിലവില് കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്തില്ല, അതൊന്നും അഡീഷണൽ ചെയ്തിരുന്നത് ആള് മീറ്റർ വൈസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രാഷ് ഗാർഡ്, പിന്നെ ടാങ്ക് പാഡ്, ടാങ്കിന്റെ മുകളിൽ ചെറിയ പാഡ് വരും, നമ്പർ പ്ലേറ്റ് ഫ്രെയിമും വരും. 4 items ആണ് ഫിറ്റിംഗ്സ് ആയിട്ട് കയറിയത്. ഈ ആക്സസറീസിന്റെ പ്രൈസ് നേരത്തെ പറഞ്ഞ ഓൺറോഡ് പ്രൈസിൽ ആഡഡ് ഇതില് മീറ്റർ വൈസ് അഡീഷണൽ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പ്രൈസിന് ഉണ്ടായിരിക്കും. നമുക്കിതില്ലേ ഈ ഓൺ ചെയ്യുമ്പോൾ തന്നെ ട്രാക്ഷനും വാണിംഗ്സും എല്ലാം ഓൺ ആയിരിക്കും മീറ്ററിൽ കാണിക്കുന്നത്. വണ്ടി റൺ ചെയ്യുമ്പോൾ ഈ സൈഡ് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും, ഓഫ് ആവും കേട്ടോ. ഇതിപ്പോൾ കാണിക്കുന്ന ട്രാക്ഷന്റെ സിമ്പിൾ ആണ്, സൈഡ് സ്റ്റാൻഡ്. പിന്നെ എഞ്ചിൻ വാണിംഗ് വരുന്നുണ്ട്, ഇവിടെ ABS വരുന്നുണ്ട്. ട്രാക്ഷൻ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്യാൻ 2 സ്വിച്ച് വരുന്നുണ്ട്. അടിയിൽ സ്വിച്ച് ട്രാക്ഷന് വേണ്ടിയിട്ടുള്ളത്. ലോങ് പ്രസ് ചെയ്താൽ ട്രാക്ഷൻ ഓഫ് ചെയ്യാം. നോർമൽ കണ്ടീഷൻ ട്രാക്ഷൻ ഓഫ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നില്ല കേട്ടോ. ട്രാക്ഷൻ ഓൺ ആയിട്ട് കൊണ്ടുവന്നത് സേഫ്റ്റി ഫീച്ചറാണ് വരുന്നത്. പിന്നെ മീറ്ററിന്റെ ഉള്ളിൽ വരുന്നത് ടോട്ടൽ കിലോമീറ്റർ ആണ്. 2 ട്രിപ്പ് മീറ്റർ വരും. ഇതിൽ റിയൽ ടൈം മൈലേജ് കാണാം. വണ്ടി ഓടിക്കുമ്പോൾ ലൈവ് മൈലേജ്, ആവറേജ് മൈലേജ്. ഇത് കാണിക്കുന്നത് ടാങ്ക് റേഞ്ചാണ്. ഇതിലുള്ള ഫ്യൂൽ വെച്ച് മാക്സിമം എത്ര കിലോമീറ്റർ പോവാം റേഞ്ചാണ് കാണിക്കുന്നത്. ഇത് ബാറ്ററിയുടെ വോൾട്ടേജ് ആണ് കാണിക്കുക കേട്ടോ. ഇടയിൽ ഗിയർ പോസ്റ്റിൻ്റെ ഗിയർ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത് കാണാം. പിന്നെ ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്യൂലിന്റെ ലെവൽ എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റ് ഘട്ടം ബ്ലിങ്ക് ചെയ്ത് തുടങ്ങിയ റിസർവ് ആയിരിക്കും ഉണ്ടാവുക. ക്വാളിറ്റി വണ്ടി റിസർവ് ഇല്ല. ഈ ലാസ്റ്റ് ഘട്ടം ഉണ്ടാവും, അത് ബ്ലിങ്ക് ആയ വണ്ടി റിസർവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് വെച്ചാൽ അത്
നോർമലി കാണിക്കുന്നത്. നേരെ പിടിക്കുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും വരാം. നിയറസ്റ്റ് പമ്പിൽ നിന്ന് അടിച്ചോളൂ കേട്ടോ. ഇത്രയാണ് ക്ലച്ചിൻ്റെ ഉള്ളിൽ. കഴിഞ്ഞു. ഷോറൂമിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അടുത്തുള്ള പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പൊക്കോളെന്നാണ്. അപ്പോൾ അത് പ്രകാരം പെട്രോൾ ചെയ്യാൻ വന്നിട്ടുണ്ട്. അടുത്ത കേട്ടാന്നല്ലേ നമ്മൾ ഡെലിവറി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഓൾട്രേഷൻ വർക്ക് പോലെ സെറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് എവിടെയാണെന്ന് അറിയും? തൃശ്ശൂർ സ്വന്തം പാൻറ് ഡ്രസ് വണ്ടി എത്തി. ഇനി ഇതുമൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ഒന്ന് ഇവിടെ ഒക്കെ നിറഞ്ഞ് ഇതാക്കാം. അപ്പം നിങ്ങൾ ഇതെന്തായാലും സെക്കൻഡ് പാർട്ടായിട്ട് കണ്ടാൽ മതി. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്ത് കൊടുത്തോളൂ. Is it all